ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മുറ. മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം സുരാജ് വെഞ്ഞാറമൂട്, കനി കുസൃതി, മാല പാർവതി, ഹൃദു ഹാറു തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഒരു ബിസിനസ്സുകാരിയായ രമ മീറ്റിംഗ് കഴിഞ്ഞ് രാത്രിയിൽ മകനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മകൻ വരാൻ താമസിക്കുന്നതിനാൽ ഇനിയും നീ വന്നില്ലെങ്കിൽ ഞാൻ വല്ല ടാക്സിയും വിളിച്ച് വീട്ടിൽ പോകുമെന്നൊക്കെ അവർ മകനോട് ഫോൺ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് വരുന്ന രണ്ടുപേര് രമയെ കുത്തിക്കൊല്ലുന്നു. എന്നാൽ അവരാരാണെന്ന് കാണിക്കുന്നില്ല. രമയ്ക്ക് ബിസിനസിന്റെ മറവിൽ അല്പം ഗുണ്ടായുസവും കുറച്ച് മാഫിയ പരിപാടികളുമൊക്കെ ഉള്ളൊരു സ്ത്രീയായിരുന്നു. മകനും കൂട്ടരും എത്തുമ്പോഴേക്കും രക്തം വാർന്ന് ചാകാറായി നിലത്ത് കിടക്കുന്ന രമയെയാണ് കാണുന്നത്. അവിടെ നിന്ന് സീൻ പോകുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ്. ഒരു ലോക്കൽ ഗുണ്ടയായ ചൊക്ലിയെയും അവൻ്റെ കൂടെ വരുന്ന നായകന്മാരായ അനന്തു, മനാഫ്, സജി, മനു എന്നിവരെയുമാണ് കാണിക്കുന്നത്. ചൊക്ലിയുടെ നേതൃത്വത്തിൽ ഇവർ 4 പേരും പിന്നെ കുറച്ച് ഗുണ്ടകളും ചേർന്ന് ഒരു ഫിനാൻസ് കമ്പനി അടിച്ചു തകർക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് പോലീസ് വരുമെങ്കിലും എല്ലാവരും ഓടി രക്ഷപ്പെടുന്നു. ചൊക്ലിയുടെയും കൂട്ടരുടെയും ആ ദൗത്യം വിജയിച്ചത് ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും അന്ന് രാത്രിയിൽ ഒരു ബാറിലേക്ക് എത്തണമെന്ന് ചൊക്ലി വിളിച്ച് അനന്തുവിനെ അറിയിക്കുന്നു. 4 സംഘം പറഞ്ഞ സമയത്ത് തന്നെ ബാറിലേക്ക് എത്തും. ചൊക്ലിക്ക് ഈ കൊട്ടേഷൻ കൊടുത്തത് അനി എന്നൊരാളാണ്. അനി പഴയൊരു ഗുണ്ടയാണ്. 2 കൊലപാതകവും പിന്നെ കാല് കൈവെട്ട് അങ്ങനെ വേറെയും ചില കേസുകൾ അനിയുടെ പേരിലുണ്ട്. അനിയെ എല്ലാവർക്കും അത്യാവശ്യം ഭയവുമാണ്. അനിയുടെ വലം കൈയാണ് സുനി. ചൊക്ലിയുടെ കൊട്ടേഷൻ ടീമിലെ പുതിയ മെമ്പേഴ്സായിരുന്നു നമ്മുടെ അനന്തവും ടീമും. ഇവരുടെ ചേർന്നാണ് ഫിനാൻസ് കമ്പനി തകർത്തതെന്ന് ചൊക്ലി പറയുമ്പോൾ ആൾക്കാരെ ഉപദ്രവിക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന് അനി ചോദിക്കുന്നു. അത് പിന്നെ അടിച്ചു പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയറി വരുന്നവരോട് മാറി നിൽക്കാമോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ എന്ന് അനന്തു പറയും. അനന്തുവിൻ്റെ ആ മറുപടിയും ആ ടീമിനെയും അനിക്ക് ഇഷ്ടമാകും. ശേഷം ഏറെ താമസിച്ച് അനന്തു വീട്ടിലേക്ക് വരുന്നു. അനന്തുവിൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ നേരത്തെ മരിച്ചുപോയതാണ്. മോൻ്റെ പോക്കിൽ അമ്മയ്ക്ക് എന്തോ തകരാറ് തോന്നുമെങ്കിലും അവർ നിസ്സഹായയായിരുന്നു. പിറ്റേന്ന് എല്ലാവരും ചൊക്ലിയുടെ താമസ സ്ഥലത്ത് ഒത്തുകൂടുന്നു. എല്ലാവരും സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ആശ എന്നൊരു ലേഡിയും കുഞ്ഞും താഴെ റോഡിൽ വന്നത് കണ്ട് അനന്തു വേഗം അവിടേക്ക് ചെന്ന് ആശയെയും കുഞ്ഞിനെയും ബൈക്കിൽ കയറ്റി എങ്ങോട്ടോ പോകുന്നു. ഇത് കാണുന്ന ചൊക്ലിയുടെ ഗാങ്ങിലെ ചിലർ, അവർ നേഴ്സല്ലേ, ഒരു കുട്ടിയുമുണ്ട്, ഇവൻ എന്തിനാ അവരുടെ പുറകെ നടക്കുന്നത്, ഓ ഇപ്പൊ വയസ്സിന് മൂത്തതല്ലേ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞ് അനന്തുവിനെ കളിയാക്കുന്നു. ശേഷം കാണിക്കുന്നത് രമയോട് സംസാരിക്കുന്ന അനിയെയാണ്. അനിയുടെ ബോസാണ് ശരിക്കും രമ. രമയുടെ ഒരു പാറക്വാറിയിൽ ചില നേതാക്കന്മാർ സമരം നടത്തുന്നുണ്ട്. നീ എന്തെങ്കിലും ചെയ്യണമെന്ന് രമ അനിയോട് പറയും. പിറ്റേന്ന് ചൊക്ലിയെയും ഗ്യാങ്ങിനെയും കൂട്ടി അനിയും സുനിയും സമരം നടക്കുന്ന സ്ഥലത്തെത്തുന്നു. അതിൽ മെയിൻ നേതാവിനെ അനി വിളിച്ച് കാശ് തരാം, എന്താ നിന്റെ പ്രശ്നം, എത്രയും വേഗം ഇതെല്ലാം ഒത്തുതീർപ്പാക്കണമെന്നൊക്കെ പറയുന്നു. കാശെന്ന് കേൾക്കുന്നതും നേതാവ് മൂക്കും കുത്തി വീഴും. അങ്ങനെ അയാൾ അത് കോംപ്രമൈസ് ചെയ്യാമെന്ന് അനിക്ക് വാക്കും കൊടുക്കും. അങ്ങനെ പ്രശ്നം പരിഹരിച്ചെന്ന് കരുതി അനിയും സുനിയും വണ്ടിയിൽ കയറി മുന്നോട്ട് പോകവേ നാട്ടുകാർ അവരെ തടയുന്നു. അനി അവരെ സംസാരിച്ച് മയപ്പെടുത്താൻ ശ്രമിക്കുമെങ്കിലും നാട്ടുകാരെ ശക്തമായി എതിർപ്പ് തുടരും. കാര്യങ്ങൾ വഷളാകുന്നതോടെ അനിയുടെയോ ആരുടെയോ അനുവാദത്തിന് നിൽക്കാതെ അനന്തവും കൂട്ടരും കളത്തിലിറങ്ങുന്നു. നാട്ടുകാരെ മുഴുവൻ അടിച്ച് നിലം പരിശാക്കും. അങ്ങനെ അനിയും കൂട്ടരും അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ശേഷം രാത്രി അനിയുടെ അടുത്തേക്ക് രമ വരും. പാറക്കോറയിൽ കുറേ പേർക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. അവരതിന് SP ഓഫീസിലും മനുഷ്യാവകാശ കമ്മീഷനിലും ഇനി പരാതിപ്പെടാൻ പ്രത്യേകിച്ച് വേറെ സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അനിയും പിള്ളേരും കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കണമെന്ന് രമ പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി ബിനു എന്നൊരു ഫ്രണ്ടിന്റെ സഹായത്തോടെ കാട് കയറുന്നു. എന്നാൽ അവരുടെ ഒളിത്താവളം എങ്ങനെയോ മണത്തറിയുന്ന പോലീസ് അവിടേക്ക് വരുന്നു. ശേഷം അനിയുടെ കൂട്ടരും പോലീസുകാരും തമ്മിൽ ഫൈറ്റാണ്. പോലീസുകാർ ഒട്ടും മോശമല്ലാത്ത ടീമായിരുന്നതുകൊണ്ട് തന്നെ ഏകദേശം അനിയും കൂട്ടരും പിടിയിലാകുമെന്ന അവസ്ഥയിലാകും. അനിയെ പിടികൂടുന്നത് കണ്ട് അനന്തവും കൂട്ടരും പോലീസുകാരനെ പിടിച്ചിടിച്ചിട്ട് അനിയോട് രക്ഷപ്പെട്ടോളാൻ പറയുന്നു. അങ്ങനെ അനന്തവും മനാഫും സജിയും മനുവും പോലീസ് പിടിയിലാകും. ഇത്ര ചെറുപ്പത്തിലെ ഗുണ്ടായുസം കാണിക്കാൻ ഇറങ്ങിയതിന്റെ പേരിലും പോലീസിനെ തല്ലിയതിനാലും ഇതിലെല്ലാം ഉപരി അനിയെ രക്ഷിച്ചതിലുമുള്ള ദേഷ്യം പോലീസുകാർ ഈ പിള്ളേരോട് തീർക്കുന്നു. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ആളും സ്റ്റേഷനിലേക്ക് എത്തും. എല്ലാവരുടെ വീട്ടിലെയും അവസ്ഥ വളരെ മോശമായിരുന്നു. എങ്കിലും മക്കളെ ഗുണ്ടായുസം കാണിച്ചതിന്റെ പേരിൽ പോലീസ് പിടിച്ചത് വീട്ടുകാർക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല. ഈ സമയം അനി സമരം നടത്തിയ രാഷ്ട്രീയ നേതാവിനെ വിളിച്ച് കുറച്ച് കാശ് കൊടുത്തിട്ട് എന്തു ചെയ്തിട്ടായാലും പിള്ളേരെ വിട്ടുകിട്ടണം, എനിക്കവരെ വേണമെന്ന് പറയുന്നു. അങ്ങനെ മുകളിൽ നിന്നുള്ള വിളി വരുന്നതോടെ അനന്തുവിനെയും കൂട്ടരെയും സ്റ്റേഷനിൽ നിന്നും പോലീസ് വിടുന്നു.
പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് പിള്ളേരായിട്ടായിരുന്നുവെങ്കിലും തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങിയത് നല്ല ഒന്നാം തരം ഗുണ്ടകളായിട്ടായിരുന്നു. ശേഷം അനിയുടെ പിള്ളേരെന്ന നിലയിൽ തന്നെ അനന്തവും കൂട്ടരും വിലസുന്നു. അനിക്ക് പിള്ളേരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അനി അവന്മാരെ ശരിക്കും കൂടെ കൂട്ടും. സജിക്ക് ഇതിനിടയിൽ ഒരു പ്രണയമുണ്ടായിരുന്നു. ജീവിതം അങ്ങനെ ഹാപ്പിയായി മുന്നോട്ട് പോകവേ അനിയെ ഒരു ദിവസം മുരളി എന്നൊരാൾ വന്ന് കാണും. കുറച്ച് കള്ളപ്പണം ഒരു സ്ഥലത്തുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറ്റിയാണ് സൂക്ഷിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം അത്ര റിസ്ക് ഉള്ളതല്ല. ഇപ്പോൾ ഒരു പിടിപിടിച്ചാൽ നടക്കും. പണ്ട് മധുരയിലുള്ള 2 പയ്യന്മാരെ വെച്ച് ഞാനതൊന്ന് അടിച്ചെടുക്കാൻ ട്രൈ ചെയ്തിരുന്നു. എന്നാൽ അതൊന്ന് ജസ്റ്റ് മിസ്സായി പോയി. നീ വിചാരിച്ചാൽ അത് നടക്കുമെന്നൊക്കെ മുരളി അനിയോട് പറയുന്നു. അത് നല്ലൊരു കോളായിരുന്നത് കൊണ്ട് തന്നെ അനി അത് ഏറ്റെടുക്കാനും തയ്യാറാകും. എന്നാൽ കേസുകളും മറ്റും നടക്കുന്നത് കൊണ്ട് തന്നെ അനിക്ക് അതിലൊന്നും നേരിട്ട് ഇടപെടാൻ കഴിയുമായിരുന്നില്ല. ഇനി ഇത് ആരെ ഏൽപ്പിക്കുമെന്ന് അനിയും സുനിയും ആലോചിച്ചിരിക്കുമ്പോഴാണ് ആനന്ദുവിൻ്റെയും കൂട്ടരുടെയും കാര്യം അനിക്ക് ഓർമ്മ വരുന്നത്. അനിവേഗം അനന്തുവിനെയും ടീമിനെയും വിളിച്ച് കാര്യം പറയും. ചൊക്ലി ഇതൊന്നും അറിയരുതെന്ന് പ്രത്യേകം പറഞ്ഞേൽപ്പിക്കുകയും ചെയ്യുന്നു. നല്ല കമ്മീഷൻ കിട്ടുമെന്ന് കൊണ്ടും ഈ ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാമെന്നുള്ള ആഗ്രഹം കൊണ്ടും അനന്തുവും ടീമും ആ ഡീൽ ഏറ്റെടുക്കും. ശേഷം കാശെടുക്കാൻ പോയി ഫെയിലായിപ്പോയ പയ്യന്മാരുടെ ഡീറ്റെയിൽസും അനിയോട് അവർ ചോദിക്കുന്നു. അവർക്ക് എങ്ങനെയാണ് പാളിപ്പോയതെന്ന് അറിയാമല്ലോ എന്ന് കരുതിയാണ് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവർ ചോദിക്കുന്നത്. ഇനി ആരും നിങ്ങളുടെ സ്വന്തം മൊബൈൽ ഉപയോഗിക്കരുത്, പകരം ഈ സിമ്മിൽ നിന്നും എന്നെ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഒരു പുതിയ സിമ്മും അനി അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ വഴിച്ചെലവിനുള്ള കാശും വാങ്ങി വീട്ടുകാരോട് തമിഴ്നാട്ടിലൊരു പണിക്ക് പോവാണെന്നൊക്കെ പറഞ്ഞ് 4 പേരും വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. സിട്രരസ, മലർവേന്തൻ എന്നീ 2 പയ്യന്മാരാണ് അറ്റംപ്റ്റ് നടത്തി ഫെയിലായത്. അവരുടെ ഡീറ്റെയിൽസും പിന്നെ കാശിരിക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷനും അനി പിള്ളേർക്ക് ഷെയർ ചെയ്യുന്നു. മധുരൈ തിരുനെൽവേലി റൂട്ടിലെ ഒരു പഴയ സ്റ്റീൽ കമ്പനിയിലായിരുന്നു കാശ് വെച്ചിരുന്നത്. പിള്ളേർ ഈ കാര്യം വല്ലതും ചൊക്ലിയോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അനി ചൊക്ലിയെ വിളിച്ച് പിള്ളേരെക്കുറിച്ച് അന്വേഷിക്കുന്നു. അവരെയൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായി വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും ചൊക്ലി പറയും. അതോടെ ചൊക്ലിയോട് ഇവർ കാര്യം പറഞ്ഞിട്ടില്ലെന്നുള്ള കാര്യത്തിൽ അനിക്ക് ഉറപ്പാകും. ശേഷം അനന്തവും കൂട്ടരും മധുരയിലെത്തും. സിട്രരസ്, മലർവേന്തൻ എന്നിവരെ കാണുന്നു. ആദ്യം ഇവരെ കാശടിക്കാൻ ചെന്നപ്പോഴേക്കും പണം വെച്ചിരുന്ന സ്ഥലം മാറ്റിയിരുന്നു. രണ്ടാമത് റിസ്ക് കൂടുതലുള്ള സ്ഥലമായിരുന്നു. ഞങ്ങൾ 2 പേര് മാത്രമായതുകൊണ്ടാണ് അന്നത് പറ്റാഞ്ഞത് എന്ന് സിട്രരസ് പറയുന്നു. പരസ്പരം ചതിക്കില്ലെന്ന ഉറപ്പിന്മേൽ അങ്ങനെ 2 ടീമും ഒരുമിച്ച് നിന്ന് കാശടിച്ചു മാറ്റാനായി തീരുമാനിക്കും. നിലവിൽ അവർ താമസിക്കുന്നതിന്റെ ഏകദേശം 60 കിലോമീറ്റർ ദൂരെയാണ് പണം സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ അവിടേക്ക് പോകുന്ന വഴി ജംഗ്ഷനിൽ CCTV ഉണ്ട്. എങ്കിലും സാരമില്ല, ഇതൊന്നുമില്ലാത്ത വഴി സിട്രന് അറിയാം. അതിലേ പോകാമെന്ന് അവർ തീരുമാനിക്കും. കാശ് കൊണ്ടുവരാൻ പാകത്തിന് ബാഗും അവർ വാങ്ങി സൂക്ഷിക്കും. അനന്തുവിൻ്റെയും കൂട്ടരുടെയും വിചാരം 1 കോടി രൂപ ഉണ്ടാകുമെന്നാണ്. അത് കണക്കാക്കിയാണ് അവർ ബാഗും വാങ്ങുന്നത്. അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും സിട്രു പറഞ്ഞ വഴിയെ എല്ലാവരും പോകും. അധികം ആളില്ലാത്ത സ്ഥലം നോക്കി വണ്ടി പാർക്ക് ചെയ്ത് ലൊക്കേഷൻ ലക്ഷ്യമാക്കി ചെല്ലുന്നു. സ്റ്റീൽ കമ്പനിയിലേക്ക് നോക്കുമ്പോൾ അവിടെ കുറച്ചു പേര് ഒരു കാറിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത്. അവരങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും കാർ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അനന്തവും ടീമും അകത്ത് കടക്കും. എന്നാൽ ആ കോമ്പൗണ്ടിൽ നിറയെ നായ്ക്കളായിരുന്നു. അതിനെയെല്ലാം ഒരു വിധത്തിൽ ഒതുക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി. പക്ഷെ അയാൾ പ്രായമായ ആളായതുകൊണ്ട് അയാളെ കെട്ടിയിട്ടിട്ട് പിള്ളേര് അകത്ത് കടക്കും. അകം മുഴുവൻ അരിച്ചു പറക്കുമ്പോൾ അവർക്ക് കാശും കിട്ടും. കൊണ്ടുവന്ന ബാഗുകൾ ഫുൾ നിറയ്ക്കുമെങ്കിലും കാശ് പിന്നെയും ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ സെക്യൂരിറ്റിയുടെ പുതപ്പെടുത്തുകൊണ്ടുവന്ന് അതിൽ കാശ് നിറച്ച ഫുൾ ക്യാഷുമായി അവരവിടുന്ന് കടക്കുന്നു. കാശടിച്ച സന്തോഷത്തിൽ അവരങ്ങനെ പോകുമ്പോൾ ഒരു വണ്ടി വന്ന് അനന്തുവിൻ്റെയും കൂട്ടരുടെയും കാറിലിടിക്കുന്നു. ശേഷം ഒരു ഗംഭീര ചേസിംഗ് ആണ്. ഒരുവിധം രക്ഷപ്പെട്ടു വരുന്ന അനന്തവും കൂട്ടരും അനിയെ വിളിച്ച് കാര്യം പറയും. നേരം വെളുക്കും വരെ അവിടെ തങ്ങുന്നത് ഒട്ടും സേഫ് അല്ലാത്തതുകൊണ്ട് തന്നെ അനി സുനിയെയും കൂട്ടി അപ്പോൾ തന്നെ അവർ കാശുമായി നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് പോകാൻ തയ്യാറാകും. പിറ്റേന്ന് രാവിലെയാണ് പിന്നെ കാണിക്കുന്നത്. കള്ളപ്പണമായതുകൊണ്ട് തന്നെ നേരിട്ട് പോലീസിൽ അറിയിക്കാൻ കാശിന്റെ ഉടമകൾക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പരിചയമുള്ള ഒരു പോലീസുകാരനെ കൊണ്ട് കാശിന്റെ ഉടമസ്ഥര് അന്വേഷണം ആരംഭിക്കും. അയാൾ നേരെ വന്ന് സെക്യൂരിറ്റിയെ ചോദ്യം ചെയ്യുന്നു. അനന്തവും കൂട്ടരും സെക്യൂരിറ്റി ഉപദ്രവിച്ചിരുന്നില്ല, പകരം കെട്ടിയിടുക മാത്രമാണ് ചെയ്തിരുന്നത്. അത് ചിലപ്പോൾ സെക്യൂരിറ്റിയുടെ ആളുകൾ ആയിരിക്കാമെന്ന് കരുതി സെക്യൂരിറ്റിയെ ആ പോലീസുകാരൻ നന്നായി ഉപദ്രവിക്കും. കൂട്ടത്തിലുണ്ടായിരുന്ന മുരളി ഇത് കണ്ട് ശരിക്കും ഉരുകിപ്പോകുന്നു. വൃദ്ധനെ ഉപദ്രവിക്കുന്നത് കണ്ട് സഹികെട്ട് അവിടുത്തെ ഒരു മാനേജർ തന്നെ പോലീസുകാരനോട് അയാൾ ആയിരിക്കില്ല, അയാളെ വെറുതെ വിട്ടേക്കാൻ പറയുന്നു. അങ്ങനെ പോലീസുകാരൻ സെക്യൂരിറ്റിയെ വെറുതെ വിടും.
അപ്പോഴേക്കും അനിയും സുനിയും അനന്തുവിൻ്റെയും കൂട്ടരുടെയും അടുത്തേക്ക് എത്തിയിരുന്നു. തങ്ങളുടെ പങ്ക് ഇപ്പോൾ തന്നെ വേണമെന്ന് അനന്തവും കൂട്ടരും നിർബന്ധം പിടിക്കും. ഇത് രമചേച്ചിയുടെ കൊട്ടേഷനാണ്. ഈ കാശ് കൊണ്ടുചെന്ന് എണ്ണി തിട്ടപ്പെടുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമ്മീഷനും ഞങ്ങളുടെ കമ്മീഷനും ഒക്കെ തീരുമാനിക്കൂ. എന്നെ വിശ്വസിക്കുക, നിങ്ങൾക്ക് തെറ്റില്ലാത്ത കമ്മീഷൻ ഞാൻ വാങ്ങിത്തരുമെന്ന് പറയുന്നതോടെ അനന്തവും കൂട്ടരും കാശ് അനിയെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. ശേഷം അനി കാശുമായി നാട്ടിലേക്ക് തിരിക്കും. അനന്തവും കൂട്ടരും അന്ന് പകല് ഫുള്ള് മലറിൻ്റെയും സിറ്റിൻ്റെയും കൂടെ അവിടെ ചിലവഴിക്കുന്നു. അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ട് നമ്മളുടെയും ഫോട്ടോ ഇതുപോലെ വെക്കണമെന്ന് സജി പറയും. അതിനെന്താ, അടുത്ത വർഷം ഉത്സവത്തിന് നമ്മുടെ ഫോട്ടോ വെക്കാമെന്ന് മലരും അവന് വാക്ക് കൊടുക്കും. രാത്രിയാകുമ്പോൾ ഇനിയും കാണാമെന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി സിറ്റിനോടും മലരിനോടും അനന്തവും കൂട്ടരും യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് പോകും. നാട്ടിലെത്തിയ ശേഷം അനന്തവും കൂട്ടരും കമ്മീഷൻ വാങ്ങാനായി അനിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ രമയുടെ മകൻ രാഹുലും ഫുൾ ഗ്യാങ്ങും ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചത്ര കാശില്ലായിരുന്നു. നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ തരാമെന്ന് രമ പറയുമ്പോൾ അത് ഫുള്ള് 500ൻ്റെയും 2000ൻ്റെയും നോട്ടുകളായിരുന്നു. എന്തായാലും 30 കോടിക്ക് മുകളിലുണ്ടായിരിക്കും. ഞങ്ങൾ 6 പേരുണ്ട്, ഓരോരുത്തർക്കും 50 ലക്ഷം വെച്ച് 3 കോടി കിട്ടണമെന്ന് അനന്തു വാശി പിടിക്കും. അങ്ങനെ കാശിന്റെ പേരിൽ രമയും അനന്തവും തമ്മിൽ തർക്കമാകുന്നു. ഇത് കേട്ട് അവിടെ നിന്ന് രമയുടെ മകൻ ആദ്യം വന്ന് മനാഫിനെ ഇടിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയാകും. അനന്തുവിനെയും കൂട്ടരെയും രാഹുലും കൂട്ടരും ശരിക്കും അടിച്ച് ഇഞ്ച പരുവമാക്കും. കാല് പിടിയടാ എന്ന് പറഞ്ഞാണ് രാഹുൽ എല്ലാവരെയും അടിക്കുന്നത്. അങ്ങനെ അടിമൂർച്ചിക്കുന്നതോടെ അനി വേഗം ഇടപെട്ട് അനന്തുവിനെയും ടീമിനെയും ശാന്തരാക്കി അവിടെ നിന്നും പറഞ്ഞുവിടുന്നു. വിളിച്ചു വരുത്തി അപമാനിച്ച് ഉപദ്രവിച്ചു വിട്ടതിന്റെ ദേഷ്യം അനന്തുവിനെയും കൂട്ടരെയും വേട്ടയാടുന്നു. അതോടെ രാഹുലിനോട് പകരം വീട്ടാൻ തന്നെ തീരുമാനിച്ച് 4 സംഘം ഇറങ്ങുക മാത്രമല്ല അവനെ റോഡിലിട്ട് അടിച്ച് ഒരു പരുവമാക്കുകയും ചെയ്യും. നേരെ ചൊവ്വെ അവനിനി നടക്കരുതെന്നുള്ളത് കൊണ്ട് തന്നെ വലതു കൈയും ഇടതുകാലും മനഃപൂർവ്വം അടിച്ചോടിക്കുന്നു. മകന് നല്ല 8ന്റെ പണി കിട്ടി ആശുപത്രിയിലാകുന്നതോടെ രമ അനിയെ വിളിച്ച് മോന്റെ കൈമുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലാണ്. ചിലപ്പോൾ സ്വാധീനക്കുറവുണ്ടാകാം. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റൂ. ചിലപ്പോൾ എല്ലാം നേരെയാകും. അവന്മാരിത് മനഃപൂർവ്വം ചെയ്തതാണ്. ഇനി പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട, കേസും വേണ്ട. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊടുത്തേക്കാൻ അനിയോട് പറയുന്നു. അനിയും ഈ വിവരം അനന്തുവിനെയും കൂട്ടരെയും അറിയിക്കും. പിറ്റേന്ന് കാശ് വാങ്ങാൻ പോകാനായി മനാഫും മനുവും കൂടി സജിയെ കൂട്ടാൻ സജിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ സജി അവൻ്റെ അമ്മയോടൊപ്പം പച്ചക്കറി വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോയിരിക്കുകയായിരുന്നു. മനാഫ് മാർക്കറ്റിലേക്ക് ബൈക്ക് ഓടിച്ചു പോകുന്നതിനിടയിൽ ഒരു ടാങ്കർ വന്ന് മനാഫിൻ്റെ സ്കൂട്ടറിൽ ഇടിക്കുകയും മനാഫും മനുവും റോഡിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 പേരും അപ്പോൾ തന്നെ മരണപ്പെടുകയും ചെയ്യുന്നു. ബോഡി വാങ്ങാൻ നിൽക്കുന്ന അനന്തുവിൻ്റെയും സജിയുടെയും അടുത്തേക്ക് അനിയും സുനിയും എത്തുന്നു. ഓർമ്മ വച്ചതു മുതൽ ഒരുമിച്ച് നടന്ന 2 പേര് പോയ വിഷമം അനന്തുവിനും സജിക്കും വലിയ ഷോക്കാകുന്നു. ബോഡി സ്വീകരിക്കാനും മറ്റ് ചടങ്ങുകൾക്കുമെല്ലാം അനിയും കൂട്ടരും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കൂട്ടുകാർ മരിച്ച വിവരമറിഞ്ഞ് ഒരു നോക്ക് കാണാനായി സിറ്റും മലരും മധുരയിൽ നിന്നും എത്തിയിരുന്നു. ചടങ്ങുകൾ കഴിയുന്നതും മലരും സിറ്റും നാട്ടിലേക്ക് പോവാണെന്ന് പറയുന്നു. നിങ്ങളും ഞങ്ങളോടൊപ്പം പോര്, ഇനി ഇവിടെ നമുക്ക് വേണ്ട, അവിടെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാമെന്നൊക്കെ പറയുമ്പോൾ അനന്തു നിങ്ങളുടെ കാശുമായി ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ട് വരാമെന്നാണ് പറയുന്നത്. കാശിന് വേണ്ടിയാണോ ഞങ്ങൾ വന്നത് എന്നൊക്കെ സിറ്റും വളരെ ഇമോഷണലായി ചോദിക്കുന്നുണ്ട്. ശേഷമുള്ള ദിവസങ്ങളിൽ വെളിയിലേക്ക് പോലും ഒന്ന് ഇറങ്ങാൻ മനസ്സ് വരാതെ സജിയും അനന്തുവും വീടുകളിൽ തന്നെ കഴിഞ്ഞുകൂടും. ഒരു ദിവസം അനി അനന്തുവിനെയും സജിയെയും വിളിച്ച് 3 കോടി രൂപ കൊടുത്തിട്ട് നിങ്ങളുടെ പങ്കെടുത്തിട്ട് ബാക്കി മരിച്ചുപോയവന്മാരുടെ ഫാമിലിയിൽ കൊടുക്കാനും പറയുന്നു. ഇത്ര ചെറുപ്പത്തിലെ ഇത്ര കാശുമായി ഇനി എന്താ നിങ്ങളുടെ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഈ കാശുമായി നേരെ മധുരയ്ക്ക് പോവാണ്, ഞങ്ങൾക്ക് കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. സിറ്റിന്റെയും മലരിന്റെയും അവസ്ഥ വളരെ മോശമാണ്, ആദ്യം അവർക്ക് പൈസ കൊണ്ട് കൊടുക്കണമെന്നൊക്കെ അനന്തു പറയും. ശേഷം കാശുമായി അനന്തവും സജിയും മധുരയ്ക്ക് തിരിക്കും. പോകും വഴി കിട്ടിയ കാശിൽ മനുവിൻ്റെയും മനാഫിൻ്റെയും കുടുംബത്തിന് കൊടുക്കുന്നത് പോലെ തന്നെ കുറച്ച് പൈസ ചോക്ലിക്കും കൊടുക്കണമെന്ന് സജി പറയും. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ കാശടിച്ചു മാറ്റിയ രാത്രിയിൽ അനന്തുവിനെയും ടീമിനെയും ആക്രമിച്ച ടീം അനന്തുവിൻ്റെ കാറിൽ വീണ്ടും വന്നിടിക്കുന്നു. കാറ് ഒരു മൺതിട്ടയിലിടിച്ച് നിൽക്കുന്നതോടെ അനന്തവും സജിയും കാറിൽ നിന്നും ഇറങ്ങി ഓടും. പുറകെ വില്ലന്മാരും. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വില്ലന്മാരുടെ കയ്യിലിരുന്ന വാളിന്റെ ഏറുകൊണ്ട് സജി താഴെ വീഴും. അനന്തു തിരികെ ഓടി വന്ന് സജിയെ രക്ഷിക്കാൻ ശ്രമിക്കുമെങ്കിലും അനന്തുവും അപകടത്തിൽപ്പെടുമെന്നുള്ളതുകൊണ്ട് തന്നെ ഓടി രക്ഷപ്പെട്ടോളാൻ സജി അനന്തുവിനോട് പറയുന്നു. എങ്ങനെയൊക്കെയോ അനന്തു ഒരുവിധം അവിടെ നിന്നും ഓടി രക്ഷപ്പെടും. സജിയെ അവന്മാർ വെട്ടി കൊല്ലുകയും ചെയ്യുന്നു. അനന്തു അങ്ങനെ എല്ലാം കൊണ്ടും ശരിക്കും ഒറ്റപ്പെടും. ആകെ തകർന്നു പോകുന്ന അനന്തു നേരെ വരുന്നത് ആശയുടെ അടുത്തേക്കാണ്. എല്ലാവരെയും കൊന്നതാണ്, അവര് എന്നെയും കൊല്ലും, അതിനു മുമ്പ് ഒന്ന് കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞ് അനന്തു വല്ലാതെ കരയുന്നു.
ശരിക്കും അനന്തവും ആശയും ആരാണെന്ന് കാണിക്കുന്നത് ഇവിടെയാണ്. എല്ലാവരും കരുതുന്നത് പോലെ അനന്തവും ആശയും തമ്മിൽ മോശമായ ഒരു ബന്ധവും ഇല്ലായിരുന്നു. രണ്ടുപേരുടെയും അച്ഛൻ ഒന്ന് തന്നെയായിരുന്നു. ആശയുടെ അടുത്ത് നിന്നിറങ്ങുന്ന അനന്തു നേരെ വരുന്നത് ചൊക്ലിയുടെ അടുത്തേക്കാണ്. പോലീസ് അനന്തുവിന് വേണ്ടി എല്ലായിടത്തും വല വിരിച്ചിരിക്കുകയാണ്. എല്ലാവരെയും കള്ളപ്പണക്കേസിൽ പെടുത്തിയത് അനന്തുവാണ്. സജിയെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തതും അനന്തുവാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നൊക്കെ ചൊക്ലി അനന്തുവിനോട് ചോദിക്കും. ഒന്നും അറിയാത്തതുപോലെയുള്ള ചൊക്ലിയുടെ സംസാരം കേട്ട് കാലി കയറുന്ന അനന്തു കത്തിയുമായി ചൊക്ലിക്ക് നേരെ ചാടി വീഴുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ നിങ്ങൾ നടിക്കരുതെന്നൊക്കെ അനന്തു പറയുമ്പോൾ, എന്നെ ഒറ്റിക്കൊടുക്കില്ലെങ്കിൽ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. ഇതെല്ലാം ചെയ്തു കൂട്ടിയത് രമയും അനിയുമാണ്. കൊലപാതകം ആക്സിഡന്റാക്കി മാറ്റാനും പണം തന്നിട്ട് അത് തിരിച്ചെടുക്കാനും അവർക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. നിന്നെയും അവരെ സ്കെച്ച് ചെയ്തിരിക്കുകയാണ്. ഒന്നുകിൽ നീ പോലീസിന് കീഴടങ്ങി എല്ലാം തുറന്നു പറയണം, അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് നാടുവിട്ട് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാനും ചൊക്ലി അനന്തുവിനോട് പറയുന്നു. എന്നാൽ ഇതെല്ലാം അറിയുന്നതോടെ അനന്തു നേരെ വരുന്നത് അനിയുടെ അടുത്തേക്കാണ്. വലിയൊരു ഫൈറ്റിന് ശേഷം അനിയെ അനന്തു കൊല്ലുന്നു. അവിടേക്ക് വരുന്ന സുനിയുടെ ഒരു കൈയും അവൻ വെട്ടിക്കളയും. ശേഷം അനന്തു സിറ്റിനെയും മലരിനെയും വന്ന് കാണുന്നു. എല്ലാ കാര്യങ്ങളോടും അവരോട് തുറന്നു പറഞ്ഞ ശേഷം ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ട്. എനിക്ക് ബാംഗ്ലൂർക്ക് പോകണമെന്ന് അനന്തു പറയുന്നു. എന്നാൽ നീ ഒറ്റയ്ക്ക് പോകണ്ട, നിനക്ക് ഞങ്ങളുണ്ട്, ഞങ്ങളും കൂടെ വരാമെന്ന് സിട്രു പറയുമെങ്കിലും ഞങ്ങളായിട്ടുണ്ടാക്കിയതല്ലേ ഈ പ്രശ്നം, അത് ഞങ്ങൾ തന്നെ തീർക്കാമെന്ന് പറഞ്ഞ് സിറ്റിനെയും മലരിനെയും കൂട്ടാതെ അനന്തു ഒറ്റയ്ക്ക് ബാംഗ്ലൂരേക്ക് തിരിക്കുന്നു. മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി രമ ഈ സമയം ബാംഗ്ലൂരായിരുന്നു. അവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അനന്തു ബാംഗ്ലൂരേക്ക് വരുന്നത്. ഈ സമയം കാശിന്റെ ഉടമസ്ഥരുടെ ആൾക്കാർ മുരളിയാണ് ഒറ്റിയതെന്ന് മനസ്സിലാക്കി അയാളിൽ നിന്ന് രമയുടെ ഡീറ്റെയിൽസും കണ്ടുപിടിച്ച് മുരളിയെ കൊന്നിട്ട് ബാംഗ്ലൂരുള്ള രമയെ കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നു. രമ എന്നാൽ അവരുമായി സംസാരിച്ച കാര്യങ്ങളെല്ലാം കോംപ്രമൈസ് ആക്കും. അനന്തു ഈ സമയം ബാംഗ്ലൂർ മുഴുവൻ അലഞ്ഞു നടന്ന് ഒടുവിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുകയായിരുന്ന രമയെ കണ്ടെത്തുന്നു. ജിമ്മിൽ നിന്ന് ഇറങ്ങി വരുന്ന രമയെ ആക്രമിക്കാൻ ഒരു കത്തിയുമായി ഓടിയെടുക്കുന്ന അനന്തുവിനെ ഒരു കാറ് വന്ന് ഇടിക്കുന്നു. ശരിക്കും ആ കാറിൽ ചൊക്ലയും കൂട്ടരുമായിരുന്നു. ശേഷം രക്തം വാർന്ന് റോഡിൽ കിടക്കുന്ന അനന്തുവിൻ്റെ അടുത്തേക്ക് മനാഫും മനുവും സജിയും നടന്നു വരുന്നതായി അവന് തോന്നും. ബോധം മറഞ്ഞു കിടക്കുന്ന അനന്തുവിനെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടേക്ക് ഈ സമയം സിട്രും മലരും പാഞ്ഞു വരുന്നുണ്ട്. വരണ്ട എന്ന് അനന്തു പറഞ്ഞിട്ടും അവൻ ഒറ്റയ്ക്ക് പോകുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ അവരും നേരെ ബാംഗ്ലൂരേക്ക് വരികയായിരുന്നു. ശേഷം കാണിക്കുന്നത് ചിത്രത്തിന്റെ തുടക്കത്തിൽ രമയെ രണ്ടുപേര് വന്ന് കുത്തിക്കൊല്ലുന്ന സീനാണ്. ശരിക്കും അത് സിട്രരസും മലർവേന്തനുമായിരുന്നു. അത് കഴിഞ്ഞ് അവരുടെ നാട്ടിലെ ഉത്സവത്തിന് സജി പറഞ്ഞതുപോലെ അവർ 6 പേരുടെയും ഫോട്ടോ വെച്ച ഫ്ലെക്സ് സിട്രരസും മലർവേന്തനും വെക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.